പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിമഹത്വമായ വാഗ്ദാനവും ദാനവുമാണ് അവിടുത്തെ പരിശുദ്ധാത്മാവ് എന്ന് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു. ക്രിസ്തീയ വിശ്വാസപ്രകാരം ത്രിത്വം എന്ന സങ്കല്പത്തിലെ മൂന്നാമത്തെ ശക്തിയാണ് പരിശുദ്ധാത്മാവ് അഥവാ ഹോളി സ്പിരിറ്റ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും ചൈതന്യമായ ആത്മാവ്, ഈ ഒരു പരിശുദ്ധാത്മാവാണ് പിന്നീടുള്ള ക്രിസ്തീയ വിശ്വാസപ്രകാരമുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജവും വഴികാട്ടിയുമായി വരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ദൈവത്തിൻ്റെ ചൈതന്യം അല്ലെങ്കിൽ ഈശ്വരൻ്റെ ചൈതന്യമാണെന്നാണ് ബൈബിളിൽ നിന്നും നമുക്ക് കണ്ടെത്താനാവുക. ജീസസ് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് തൻ്റെ ശിഷ്യന്മാർക്ക് വാഗ്ദാനം ചെയ്ത ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ്. ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ പിതാവ് അവിടുത്തെ ആത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കുമെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തു. എന്നോട് അപ്പസ്തോല പ്രവർത്തനങ്ങളൊക്കെ വായിക്കുമ്പോൾ, ബൈബിളിലെ അപ്പസ്തോല പ്രവർത്തനമൊക്കെ വായിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, ജെറുസലേമിലും യൂദായിലും സമരിയായിലും നിങ്ങൾ ഈശ്വരനെ സാക്ഷ്യം വഹിക്കുമെന്ന് വായിക്കാൻ കഴിയും. ഇനി പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അവിടുത്തെ 9 ഫലങ്ങളും 7 ദാനങ്ങളും പിന്നീട് പരിശുദ്ധാത്മാവ് നൽകുന്ന വരങ്ങളും അതെത്രയാണെന്ന് ആർക്കും നിർവചിക്കാൻ കഴിയില്ല. ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലുള്ള വരങ്ങളായിരിക്കും കിട്ടുക. എങ്കിലും ബൈബിൾ പ്രകാരം പരിശുദ്ധാത്മാവിൻ്റെ 9 ഫലങ്ങൾ അത് പ്രകാരമാണ്. കൊരിന്തോസ് ലേഖനത്തിലാണിത് പറയുക. ഏത് അധ്യായമാണെന്ന് ഓർക്കുന്നില്ല. കൊരിന്തോസിൽ പറയുന്നുണ്ട്: സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, സൗമ്യത, വിശ്വസ്തത, ആത്മസംയമനം. ഇങ്ങനെ 9 ഫലങ്ങളാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തിയിൽ കാണാനാവുന്ന വിശിഷ്ടമായ പ്രകടമായ നന്മകൾ. അതേപോലെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുമ്പോൾ അവന് ദാനങ്ങൾ കിട്ടുന്നുണ്ട്. 7 ദാനങ്ങളാണ് ബൈബിൾ പ്രകാരം നമുക്ക് കാണാൻ സാധിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ 7 ദാനങ്ങൾ: ജ്ഞാനം, ബുദ്ധി, അറിവ്, ആലോചന, ആത്മശക്തി, ദൈവഭയം, ദൈവഭക്തി. ഇങ്ങനെ 7 ദാനങ്ങളാണ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഗിഫ്റ്റായിട്ട് ബൈബിള് പറയുന്നത്. ഇന്നും പരിശുദ്ധാത്മാവിൻ്റെ പ്രകടനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്ന് കരുതി പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. ഉറഞ്ഞതുള്ളൽ, അലറി വിളിച്ച് പറയൽ, എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കൽ, ഇതൊന്നും പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഒരു വ്യക്തിയിൽ വന്നു കഴിയുമ്പോൾ ആ വ്യക്തിക്ക് എന്തെന്നില്ലാത്തൊരു ആനന്ദം, ഒരു ശാന്തത ലഭിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആ ഒരു ശാന്തത ശക്തിയായിട്ട് പ്രകടമാകുമ്പോഴും കോപ്രായങ്ങൾ കാണിക്കാനൊന്നും പരിശുദ്ധാത്മാവ് ആർക്കും പ്രേരണ നൽകാറില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ഏതു നിമിഷത്തിലും അനുഭവിക്കാനാവുന്ന ഒരു സ്വസ്ഥതയുണ്ട്.
ധ്യാനിക്കുമ്പോഴൊക്കെ നമ്മുടെ സ്വയം മറന്ന് ശരീരം മനസ്സും മറന്നുകൊണ്ടുള്ള ഒരു ധ്യാനാവസ്ഥയിലേക്ക് ഒക്കെ പോകുവാൻ പരിശുദ്ധാത്മാവ് ഉള്ളൊരു വ്യക്തിക്ക് പെട്ടെന്ന് സാധിക്കും. പിന്നെ ഒന്ന് കാണുന്ന ഇൻഫീരിയറിറ്റി കോംപ്ലക്സ്, ഫിയർ, ഭയം. അതേപോലെ നമ്മൾ നന്നായി പഠിച്ചിട്ടും ഒരു സദസ്സിന് മുന്നിൽ വരുമ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്ന് വെപ്രാളം കാണിക്കരുത്. ഇതൊക്കെ മാറി നമ്മൾ പഠിക്കാത്ത കാര്യങ്ങൾ പോലും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ വളരെ മെമ്മറിയിലെല്ലാം പെട്ടെന്ന് വരുന്ന രീതിയിലുള്ള ഓരോ പ്രകടനങ്ങൾ കാണാൻ സാധിക്കും. ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ പല രീതിയിലും പ്രാർത്ഥിക്കാറുണ്ട്. ചിലർ പറയും തീക്ഷ്ണമായി പ്രാർത്ഥിക്കാൻ പറയും, ചിലർ അവരുടേതായ രീതിയിലൊക്കെ പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ തീക്ഷ്ണമായ പ്രാർത്ഥന കൊണ്ടല്ല എനിക്ക് വന്നത്. എനിക്കിങ്ങനെ സ്വസ്ഥമായി ഇരിക്കുമ്പോൾ വന്നൊരു അനുഭൂതി അല്ലെങ്കിൽ എന്തോ ഒരു ഫീല്, പിന്നെ പെട്ടെന്നൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ എന്തെങ്കിലും സംഗതി മറന്നുപോയി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്നത് ഓർമ്മിപ്പിക്കണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മെമ്മറിയിലേക്ക് കടന്നു വരുന്നൊരവസ്ഥ, അതൊക്കെയാണ് എനിക്ക് അനുഭവിക്കാൻ പറ്റിയത്. പിന്നെ പരിശുദ്ധാത്മാവ് ആത്മാവ് കിട്ടിയൊരു വ്യക്തിക്ക് ഒരിക്കലും ആത്മാവ് നഷ്ടപ്പെടുന്നില്ല. അത് എപ്പോഴും എവിടെയെങ്കിലും അംശം ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ കുറേ പാപം ചെയ്താൽ ആത്മാവ് പോകുമെന്നൊക്കെ പറയും. പാപം ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാപാവസ്ഥയിലൂടെ പോയി കഴിയുമ്പോൾ ഈ ആത്മാവിൻ്റെ സ്ട്രെങ്ത്തിന് ശക്തി കുറയും. ആത്മാവ് മുന്നിൽ പ്രകടിപ്പിച്ച അല്ലെങ്കിൽ മുന്നേ നമുക്ക് പ്രകടമായിരുന്ന സ്ട്രെങ്ത്ത് അതിന് വളരെ അധികം നമുക്ക് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ നമ്മൾ കൂടുതൽ ആക്ടിവിറ്റീസ് ആകുമ്പോൾ നമ്മുടെ കർമ്മ മേഖലയിൽ പരിശുദ്ധിയോട് കൂടിയൊക്കെ ആത്മാർത്ഥമായി ചെയ്യാൻ ശ്രമിക്കുമ്പോഴോ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ ആത്മാവ് ഒരിക്കലും നഷ്ടമാകുന്നില്ല. അതിൻ്റെ അളവിൽ വളരെയധികം വേരിയേഷനും കൂടാനും കുറയാനും സാധ്യത ഉള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു നിത്യസത്യമായിട്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. യേശുവിൻ്റെ ബൈബിളിൻ്റെ കാര്യം പല കാര്യങ്ങളും പല രീതിയിലൊക്കെ പറയും. പക്ഷെ അതൊന്നും എനിക്ക് എന്താന്ന് യുക്തിഹമായിട്ട് തോന്നുന്നില്ല. ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് ഞാൻ എൻ്റെ രീതിയിലുള്ളൊരു കാഴ്ചപ്പാടാണ് പറയുന്നത്. പിന്നെ അതുപോലെ ഒരു കാര്യം കൂടി എനിക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാനുണ്ട്. അതായത് ആത്മീയ കാര്യങ്ങളിൽ ചെറുപ്പത്തിൽ എനിക്കിഷ്ടമുണ്ടെങ്കിലും പ്രാർത്ഥനാ കാര്യങ്ങളൊന്നും എനിക്ക് അത്ര പെട്ടെന്ന് മനസ്സിലേക്ക് പോകുന്നൊരവസ്ഥയല്ല. അപ്പോൾ സന്ധ്യാനാമൊക്കെ ഞാൻ ജപിക്കുന്ന സമയത്ത് നമ്മൾ നമഃശിവായ, നാരായണനാമം അങ്ങനെയൊക്കെ ചെല്ലാറുണ്ട്. പക്ഷെ അതിങ്ങനെ ഒരാൾ ഒരാൾ പറയുമ്പോൾ നമ്മൾ പറയുന്ന രീതിയിലുള്ള പ്രാർത്ഥനകളൊക്കെ ഇരുന്നു. പക്ഷേ ഞാൻ പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് നമ്മൾ ആക്റ്റീവായ സമയത്ത് നമ്മൾ പഠിക്കാത്ത പ്രാർത്ഥന പോലും വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ട്. ഏത് ഭാഷയിലും ആരെങ്കിലും ഒരു പ്രാർത്ഥന ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു ജപമാല ഹോളി റോസറിയൊക്കെ ചെല്ലുമ്പോൾ അത് ഹിന്ദിയിലാണെങ്കിലും എനിക്ക് ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് അത് ചൊല്ലാൻ പറ്റും. ഇംഗ്ലീഷിലാണെങ്കിലും എനിക്കത് ചൊല്ലാൻ പറ്റും. മലയാളത്തിലും ചൊല്ലാൻ പറ്റും. ഇനി വേറെ ആരെങ്കിലും അവരുടേതായ ഭാഷയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൊല്ലിക്കളിപ്പിച്ചാൽ എനിക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു കൃപ അതും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ये संतो मरिया परमेश्वर के हम प्रार्थना को हम पापियों के लिए अब हमारा मरने का समय ആമേ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നമ്മളൊരിക്കലും ചൊല്ലി കേൾക്കാത്ത പ്രാർത്ഥനയാണ്. പക്ഷേ ഞാൻ ഒരിക്കൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ചെന്നപ്പോൾ അവിടെ ഹിന്ദിയിലാണ് പ്രാർത്ഥന ചൊല്ലുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് എനിക്ക് ഒക്കെ ഓർക്കാൻ പറ്റി, അത്ര പഠിക്കാനും പറ്റി. ഇങ്ങനെ ഏതു കാര്യങ്ങളും വളരെ പെട്ടെന്ന് ഓർക്കാനുള്ള മെമ്മറി ഗ്രാസ്പിംഗ് അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലെ ഒരു പ്രധാനപ്പെട്ട പങ്കാണ്. പിന്നെ വേറെ പ്രത്യേകിച്ചുള്ള പങ്കൊന്നും എനിക്ക് അനുഭവിക്കാൻ പറ്റിയില്ല. മനസ്സിൻ്റെ ഒരു സ്വസ്ഥതയും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത്തും ഇതൊക്കെ അനുഭവിക്കാൻ പറ്റിയത് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടിയ ഒരു ഗിഫ്റ്റായിട്ട് എനിക്ക് പറയാൻ കഴിയും. ഇത്രയാണ് എനിക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് കുറഞ്ഞ വാചകങ്ങൾ പറയാനുള്ളത്. താങ്ക് യു.